മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ മഞ്ഞിലാസ് എന്ന സിനിമാ കമ്പനിയുടെ ആസ്ഥാന ഗായികയായിരുന്നു പി ലീല. അവരുടെ ആദ്യ ചിത്രമായ യക്ഷി മുതൽ ഗുരുവായൂർ കേശവൻ വരെയുള്ള ചിത്രങ്ങളിൽ എത്ര മനോഹര ഗാനങ്ങളാണ് ലീല ചേച്ചി ആലപിച്ചിട്ടുള്ളത്. എം.ഒ. ജോസഫ് എന്ന നിർമ്മാതാവിന് ലീല ചേച്ചിയുടെ ഒരു ഗാനമെങ്കിലും തൻ്റെ ചിത്രത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമായിരുന്നു. 1969 കെ.ടി. മുഹമ്മദിൻ്റെ കടൽപ്പാലം എന്ന കഥ കെ. സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ അതിലെ ഒരു മനോഹര ഗാനവും ലീല ചേച്ചിയാണ് ആലപിച്ചത്. സത്യൻ അച്ഛനായും മകനായും തകർത്തഭിനയിച്ച ചിത്രം. 1969 സംസ്ഥാന സർക്കാർ മലയാള സിനിമകൾക്ക് ആദ്യമായി പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ആ വർഷം തന്നെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ലീല ചേച്ചിക്ക് നേടിക്കൊടുത്തത് കടൽപ്പാലത്തിലെ ഈ ഉജ്ജയിനിയിലെ ഗായികയാണ്. ഉജ്ജയിനിയിലെ ആ ഗായികയെ നമുക്കൊന്നുകൂടി ശ്രമിക്കാം. ആയിരത്തി 1975 റിലീസായ സമയത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ചിത്രമാണ് ആന്ധി. ഇതിലെ നായികയായ സുചിത്ര സെൻ അവതരിപ്പിക്കുന്ന ആരതി ദേവി എന്ന കഥാപാത്രത്തിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ഈ സാമ്യം ഭയന്ന് വൈജയന്തിമാല പോലും ഈ ക്യാരക്ടർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അത്രേ. പിന്നീടാണ് സുചിത്ര സെൻ ആ ക്യാരക്ടറിൽ അഭിനയിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ ചിത്രം നിരോധിച്ചു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1977 ഈ ചിത്രം റിലീസായത്. ഇതിൽ മനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു. ആർ.ഡി. ബർമൻ, ഗുൽസാർ ടീമിൻ്റെ മനോഹര ഗാനങ്ങൾ. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആലപിച്ച് സഞ്ജീവ് കുമാറും സുചിത്ര സെന്നും പ്രത്യക്ഷപ്പെടുന്ന ഈ ഗാനരംഗം ചിത്രീകരിച്ചത് ശ്രീനഗറിനടുത്തുള്ള ഒരു പുരാതന ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അത്രേ. എന്തായാലും നമുക്ക് ആസ്വദിക്കാം ആ അനശ്വര ഗാനം.